ഇനി ഇനി രാവിലെ പറയാനുള്ളൊരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, രാവിലെ പറയാനായിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ടാവാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവർ മെറ്റീരിയലിസ്റ്റിക്കലി ഡ്രിവൺ സ്ലോനെസ് യുവർ മെറ്റീരിയലിസ്റ്റിക്കലി ഡ്രിവൺ സ്ലോനെസ് പരക്കം പായില്ലേ, അത് നിങ്ങളെ ഇറ്റ് വിൽ നോട്ട് റീച്ച് യു ടു ലിവിങ് ഗോഡ്സ് ഫുൾഫിൽമെൻറ്റ്. ഇറ്റ് വിൽ നോട്ട് റീച്ച് യു ടു ലിവിങ് ഗോഡ്സ് പ്ലാൻഡ് അല്ല ലിവിങ് ഗോഡ്സ്. ഇറ്റ് വിൽ നോട്ട് മേക്ക് യു റീച്ച് ടു ലിവിങ് ഗോഡ്സ് വിക്ടറി. ഇറ്റ് വിൽ ബി സ്ലോ. അതായതെന്ന് വെച്ചാൽ നിങ്ങൾ പരക്കം പായാണ് മെറ്റീരിയലിസ്റ്റിക് നശ്വരമായതിന് പിന്നാലെ. നിങ്ങൾ യുവർ മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ് നശ്വരമായ പരക്കം പായത് വിൽ നോട്ട് മേക്ക് യു റീച്ച് ടു ലിവിങ് ഗോഡ്സ് അൾട്ടിമേറ്റ് ഫുൾഫിൽമെൻറ്റ്, വിൽ നോട്ട് മേക്ക് യു റീച്ച് ടു ലിവിങ് ഗോഡ്സ് വിക്ടറി. ഇറ്റ് വിൽ ബി സ്ലോ, ഇറ്റ് വിൽ ലാഗ്. ബിക്കോസ് നിങ്ങൾ നശ്വരമായതിനെ ആരാധിക്കുന്ന ഡ്രഗ് അഡിക്ട്സിനെയും വിപരീതം ചെയ്യണവർക്ക് എന്തായാലും ജയിക്കണ വകയില്ല. അതപ്പോൾ ഇതിപ്പോൾ എന്ന് പറയണ പോലെ ജഡ്ജ്മെൻറ്റിൻ്റെ സമയം. അപ്പോൾ അത് മുൻനിർത്തി പറയാണ്. എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, അതാണ് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഇതാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹാരിസ് എന്ന് പറഞ്ഞ് സംസാരിക്കണ രീതി ഇല്ല. അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാം, ആരുടെ അടിയാ വഷളൻ? എൻ്റെ ശബ്ദം അങ്ങനെ കേൾക്കാൻ പോകണില്ല, അങ്ങനെ ചോദിക്കട്ടെ, ആരുടെ അടിയാ വഷളൻ? മുഖത്തേക്ക് സംസാരിക്കാൻ പറയും. ഇപ്പോഴത്തെ ഒരു ഗതി എങ്ങനെയാണ്, അപ്പോഴത്തെ ഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ മുഖത്തേക്ക് സംസാരിക്കാൻ പറയും. ആരുടെ അടിയാ വഷളൻ? നമ്മൾ ഇന്നലെ രാവിലെ അല്ലേ ഇവിടെ വന്നുള്ളൂ, മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ. ആരാ വഷളൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഒന്നും പറയാണ്ട് അങ്ങോട്ട് പോവാം. നിങ്ങൾ വിചാരിക്കുന്നത്, അതുകൊണ്ട് പറയണേ, നിങ്ങൾ വിചാരിക്കുന്നത് വേറെ എന്തൊക്കെയാണ്, സെക്ഷുവൽ നേച്ചറിൽ എന്തൊക്കെയോ വേറെ രീതിയിൽ ചിന്തിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുക്കുന്നത് വ്യത്യാസമുണ്ട്. അത് അൾട്ടിമേറ്റ് പെർഫെക്ഷനിൽ നീങ്ങണതുകൊണ്ടാണ്. കൊടവയറന്മാരെയും തലയ്ക്ക് സുഖമില്ലാത്ത വല്ല വിപരീതം ചെയ്യണം വികൃത മോന്തകൾ ആരെയും സെലക്ട് ചെയ്യൂ? തടിച്ചു വീർത്ത എന്താണ് പറയേണ്ടത്? തടിച്ചു വീർത്ത പന്നികൾ എന്ന് പറയാം, തടിച്ചു വീർത്ത പോർക്കുകൾ, ഇവരാരെങ്കിലും സെലക്ട് ചെയ്യുമോ? അപ്പം ഞാൻ അത് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുന്നതും അതിൽ ലഹളയും ഷോർട്സ് വാക്കുകൾ ഉപയോഗിക്കാണ്ട് ഒരു തരം ഷെയറിങ് മെൻറ്റാലിറ്റിയിൽ പിന്നെ ഫുഡ് ഷെയർ ചെയ്യാൻ പോവുക, അതൊരു തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കലാണ്. അതിൽ ഞാൻ ഇത്ര കാശ് ഞാൻ ചിലവ് ചെയ്തു, അത് അങ്ങനെ ഒരു സെൻറ്റൻസ് നാട് വരണല്ലേ. ഞാൻ ഇത്ര കാശ് ചിലവ് ചെയ്തു, എനിക്ക് കാശ് പിന്നെ തന്നാൽ മതി, തന്നില്ലെങ്കിൽ അങ്ങനെ പറയണ രീതിയില്ല. ഇതൊരു കാര്യം ഒരു എന്താ പറയുക, സെൽഫിഷ്നെസ് കൂടാതെ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുന്നതാണ്. അതിലാണ് ഫുൾനെസ് കാണേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, എൻ്റെ അനിയന്മാരോട് പറഞ്ഞ പോലെ, ഞാൻ ഇങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടമുണ്ടോ, മറ്റേതാണോ കുറവുണ്ടോ, അങ്ങനെ വിചാരിക്കുള്ളൂ. നിങ്ങളിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ജയമല്ല നോക്കുന്നത്, അൾട്ടിമേറ്റ് ഉന്നതിക്കുള്ള ജയം നോക്കണല്ലോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ബെല്ലടിച്ച് നിങ്ങൾ കേൾക്കൂല. അവിടെ നിങ്ങളുടെ ബെല്ല് തകരാറാകുന്ന മുമ്പേ അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ വീടിന് മുന്നിലുള്ളവർ വീട് ഇറങ്ങിപ്പോയത്. അവിടെ ആവർത്തിക്കരുതെന്ന് താക്കീത് കൊടുക്കണമെന്ന് വെച്ചിട്ട് അവർ ആവർത്തിച്ച് ലഹളയും കൂട്ടി അവർ സ്വയം വീട് വിട്ട് ഇറങ്ങിപ്പോയി. സ്വന്തം ഫ്ലാറ്റ് വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് വല്ല കാര്യമുണ്ടോ? ആര് പറയിപ്പിച്ചിട്ടാണെങ്കിലും. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങളുടെ ഭാര്യമാരെ കൂടെ നിങ്ങളെ കുറിച്ച് ഒന്നും കാണുവാനാണ് കാണക്കല്ല ഞാൻ പറഞ്ഞ് നടക്കണില്ലല്ലോ. പിന്നെ എന്തിനും ഇങ്ങോട്ട് പറയേണ്ട കാര്യം എനിക്ക് നിങ്ങളെ ബോധിപ്പിച്ചിട്ട് ഒരു കാര്യം എനിക്ക് കിട്ടാൻ പോകണല്ലേ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഉള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളുള്ള ഉത്തരമല്ല പറയുന്നത്. നിങ്ങൾ വേറെ എന്തൊക്കെയോ പറയണേ, ഇല്ല അവർക്ക് ടോയ്ലറ്റിൽ പോകണം, വേറെ എന്തൊക്കെയോ പറയണേ. ഉള്ള കാര്യം നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ല ടൈം വേസ്റ്റ് ആക്കിയിട്ട് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയാത്തത്? അത് നിങ്ങളുടെ പോരായ്മയല്ല. എനിക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാൻ ചത്തു കഴിഞ്ഞാലും ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ അന്തസ്സോടെ ചാവുള്ളൂ. എനിക്ക് നിങ്ങളെ കാര്യം നോക്കേണ്ട കാര്യമില്ല. ഞാൻ കുട്ട് കഴിക്കാനും ബോധമില്ലാണ്ട് കിടക്കാൻ ഉറങ്ങാനും പരീക്ഷയിൽ 0 മാർക്ക് കൂടെ ഇല്ല, 82 മാർക്ക് കിട്ടുമ്പോൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാനും ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്കറിയാം, ഞാൻ എത്ര വയസ്സ് ചത്താലും, 90 വയസ്സ് ചത്താലും, 70 വയസ്സ് ചത്താലും, 112 വയസ്സ് ചത്താലും ഒരു നല്ലൊരു പ്രത്യേക രീതിയിൽ അവൻ മരിക്കാൻ പോണത്. അതെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടേ പോവുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കണം ഞാൻ. നിങ്ങൾ അപ്പോഴേക്കും പറയും, അവരങ്ങനെ പറഞ്ഞില്ലേ, വാതിൽ മുട്ടണ മുമ്പ് 3 വരെ ഉള്ളൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ഉള്ളവരറിയാം, അവരങ്ങനെ പറഞ്ഞില്ല.
മുമ്പ് കണ്ട സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നുള്ളൂ. ഡാഡി മമ്മി ഇവിടെ അപ്പനമ്മയും ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ, എപ്പോഴും വരണ രീതിയിലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും മുൻകൂട്ടി കണ്ടതിന് ഞാൻ ഒരു പോയിന്റ് അങ്ങോട്ട് വേറെ ഒരു നിങ്ങൾ വിപരീതമല്ല ചെയ്യണേ. അപ്പോൾ അതിന് ഒരു തരം മറുത്തരമായിട്ട് വേറെ ഒരു പോയിന്റ് ഞാനൊരു ഇടും. അപ്പം നിങ്ങളതിലിങ്ങനെ എന്താ പറയുക, കണ്ണ് പിടിച്ചിരിക്കുകയാണ്. അതൊന്നും ചോദിക്കണം. നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയണം. അതില്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ് കൊണ്ടിട്ട് മെറ്റീരിയലിസ്റ്റിക് പരക്കം വാങ്ങിയിട്ട് നശ്വരമായതിന് പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഈ ബുദ്ധി മുന്നേ ഉദ്ദേശിച്ചില്ലേ? ഈ ഞാൻ മുമ്പ് ഇപ്പോഴത്തെ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയതായിരുന്നു. നമ്മൾ ഫുൾ ഇമർഷൻ ബാപ്റ്റിസം 2012 ഇംഗ്ലണ്ടിൽ നിന്ന് വന്നപ്പനെ ചെയ്യേണ്ടതായിരുന്നു. അത് അനിയൻ ഇവിടെ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ചെയ്യാത്തതാണോ? അന്ന് ആ ബുദ്ധി ഉദ്ദേശിച്ചില്ല. എന്താ 7th ഡേയും അങ്ങനെ എല്ലാവർക്കും അറിയാം, അങ്ങനെ കറക്റ്റ് ഡേറ്റ് ആയിട്ട് ചെറുപ്പത്തിലോട്ട് ഉണ്ടാവുന്നത്, കറക്റ്റ് ഡേറ്റ് ആയിട്ട് കറക്റ്റ് സമയത്തോടെ അമ്മയും അപ്പം മരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 2012 സിനിമ എന്ന് പറയുന്നത് 2011 2010 ഇറങ്ങിയ ഓർമ്മയില്ലേ? അതിൽ ഫുൾ ഭൂമി വെള്ളത്തിൽ മുങ്ങി പോണത് കാണിക്കണേ. അതുപോലെ തന്നെ അപ്പോൾ 2012 ഫുൾ മുങ്ങി നിവരേണ്ടതായിരുന്നു സർക്കംസിഷൻ ചെയ്യണ കൂടെ. അല്ലാതെ ചെയ്തില്ല. അന്ന് ആ ബുദ്ധി ഉദിച്ചില്ല. അന്ന് ആ ബുദ്ധി ഉദിച്ചിട്ടുണ്ടെങ്കിൽ 2016 നാന മരിക്കുമ്പോഴും 2 വർഷം കഴിഞ്ഞ് 2018 നാനി മരിക്കുന്നതും മാർച്ച് 8 കഴിഞ്ഞിട്ടുള്ള മാർച്ച് 9 മെയ് 2 മരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് 3-4 എന്ന രീതിയിലൊക്കെ ഒരു സമയത്ത് മഴ പെയ്യുന്നതൊക്കെ മനസ്സിലാക്കുമ്പോൾ അന്ന് 2012 ഉണ്ടാക്കേണ്ടതായിരുന്നു. അന്നേയും ബുദ്ധി ഉദിച്ചിരുന്നങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥനയും ഇവിടെ പറഞ്ഞ് പഠിച്ച് എവിടെയെങ്കിലും ഛത്തീസ്ഗഡ് എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്രാർത്ഥിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ വന്നേനെ. അല്ലെങ്കിൽ വരില്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു തരം മെച്യൂരിറ്റി ലെവൽ അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ ഞാനതും വിചാരിച്ച് 2017 പിന്നെ സെക്കൻഡ് ടൈമിലെല്ലാം പബ്ലിഷ് ചെയ്തിട്ടാണ് 2017-18 മഴ പെയ്ത് കേരള ഫുള്ള് മുങ്ങിയത്. മീച്ചിൽപേടും മാംഗ്ലൂരും അങ്ങനത്തൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വന്നത് ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് എഴുതണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ 2016 എന്ന് പറഞ്ഞാൽ 2012 ബാപ്റ്റിസം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഫുൾ ഇമർഷൻ ബാപ്റ്റിസം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 2013 14 15 16 4ാമത്തെ വർഷമാണ്. 2016 കഴിഞ്ഞ് 5ാമത്തെ 6ാമത്തെ വർഷം 2018. അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഈ 2020 ബാപ്റ്റിസം കഴിഞ്ഞിട്ട് കൊറോണ വന്നിട്ട് സമയത്ത് നടക്കണത് അതുകൊണ്ടാവും. കൊറോണ 8 എന്ന രീതിയിൽ 8-4 എന്ന രീതിയിൽ ആവാനായിരിക്കും. 21 22 23 24 4 വർഷം. 2024 ഞാൻ അങ്ങനെ പ്രയേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ലേ. 2026 പഠിച്ചാണ്. അപ്പോഴും ഒന്നും ഉണ്ടാവണമെന്നില്ല. 2ാമത്തെ വർഷം 2018 എന്ന് പറഞ്ഞാൽ 2026, 2016 എന്ന് പറഞ്ഞാൽ 2024. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ ആർക്കും ഇഷ്ടമില്ലാത്തവർക്ക് ഷെയർ ചെയ്യണല്ലേ. അവർ കാണട്ടെ, കേൾക്കണ്ടെങ്കിൽ കേൾക്കട്ടെ. അപ്പോൾ എനിക്ക് അന്ന് പ്രാർത്ഥിച്ചു വരാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ നടക്കുകയാണെങ്കിൽ നടന്നു, അല്ലെങ്കിൽ നടക്കണില്ലെങ്കിൽ അത് റോമൻ കാത്തലിക് വിപരീതം ചെയ്യണവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഭാഗം ചെയ്യും. എൻ്റെ ഭാഗം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് പറയും, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക. അവരുടെ അടുത്ത് നിന്നിട്ട് കൈ പൊക്കിയാണെങ്കിലും മൂക്കുമ പിടിച്ചൊന്ന് ഒരു തരം സൈലൻസിൽ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക. ജീവനുള്ള ദൈവത്തിലെ യേശുവിലുള്ള സൗഖ്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ? ജീവനുള്ള ദൈവത്തിലെ യേശുവിലുള്ള സ്വർഗത്തിൽ മരിച്ചവരുടെ ഉയർപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ എന്ന് പറഞ്ഞിട്ട് രോഗാവസ്ഥ മാറട്ടെ, ക്ഷീണം മാറട്ടെ, വേദന മാറട്ടെ, സൗഖ്യമാകട്ടെ, ക്ഷീണം മാറട്ടെ, വേദന മാറട്ടെ, വല്ലായ്മ മാറട്ടെ, രോഗാവസ്ഥ മാറട്ടെ, ആരും പരിഭ്രമിക്കേണ്ട, എന്നെല്ലാവരും സന്തോഷമായിരുന്ന പോലെ, ധൈര്യമായിരുന്ന പോലെ, എപ്പോഴും സന്തോഷമായിരുന്ന പോലെ സന്തോഷമായിരിക്കുക, എപ്പോഴും ധൈര്യമായിരുന്ന പോലെ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് യേശുവിൽ സുഖം പ്രാപിച്ചിരിക്കുന്നു, മരിച്ചവരിൽ യേശുവിൽ ജീവനുള്ള ദൈവത്തിൽ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, എല്ലാവരും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും നടന്നു. ആ സമയത്തിനനുസരിച്ച് വരണം. ആ സമയത്തുള്ള ഇമോഷണൽ എല്ലാം കൂടി കൂട്ടിച്ചേർന്ന് നമ്മളെ പോയി പ്രാർത്ഥിച്ച് വരാം. എന്നിട്ട് പ്ലെയിൻ കയറി അവിടെ എത്താണെങ്കിൽ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ കുഴിച്ചിട്ടു. അപ്പോൾ ചെയ്തു എന്നായില്ലോ. മുന്നേ ആ ബുദ്ധി ഉദിച്ചിരുന്നെങ്കിൽ ഫുൾ ഇമർഷൻ ബാപ്റ്റിസം 2012 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2019 ഏപ്രിൽ 21 ചെയ്തത്. അതാണ് ഏപ്രിൽ 21 2025 നിങ്ങളുടെ പോപ്പ് ചാവാൻ കാരണം. ഫ്രാൻസിസ് പ്രാഞ്ചി, പ്രാഞ്ചി. അപ്പോൾ എല്ലാ രീതിയിലും അങ്ങനെ വരുന്നത്. ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു പോപ്പിനെയാണ് സെലക്ട് ചെയ്തത്, ലിയോ, ജസ്റ്റിൻ ബീബറിൻ്റെ കസിൻ, നെഫ്യൂ അനീസ് അങ്ങനെ പറയണം. അപ്പോൾ ലിയോ പോൾ
14. അപ്പോൾ അന്ന് നിങ്ങൾ ഉണ്ടായിരുന്നു മുന്നേ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാമായിരുന്നു. 2016 2018 2025 വരെയോ 2025 വരെയോ 2024 വരെയോ 2026 വരെയോ നീട്ടി നിൽക്കേണ്ട കാര്യമായിരുന്നു. അപ്പം ചെയ്യേണ്ടത് അപ്പം വരെയാണായിരുന്നു. അതാണ് ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞു തുടങ്ങിയത്. നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ്, യുവർ മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ്, പരക്കം പായ മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ്സിൻ്റെ പിന്നാലെ, നശ്വരമായതിൻ്റെ പിന്നാലെ, അത് നിങ്ങളെ ഒരിക്കലും ജീവനുള്ള ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് വിക്ടറിയിലേക്ക് എത്തിക്കില്ല എന്ന്, അൾട്ടിമേറ്റ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കില്ല എന്ന്. അത് സമയത്തിന് കാര്യങ്ങൾ ചെയ്യണതനുസരിച്ചാണ് വരണത്. ശരിയായിരിക്കാം 2020 കൊറോണ വന്ന് 2020 അങ്ങനെ വരണതിന് അത് മുന്നേ അങ്ങനെ ആയി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് ആവായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഒന്നും ആയില്ലെങ്കിൽ കുഴിച്ചിടട്ടെ. മുന്നേ ബുദ്ധി ഉദിച്ചിരുന്നെങ്കിൽ മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ അല്ലേ? ഇവിടെ വരെ ഇപ്പം ഞാൻ എവിടെയും പുറത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ഇവിടെ എൻ്റെ ഇടയിൽ ഇവിടെ കുറേ മരിക്കുകയാണെങ്കിൽ അതും ചെയ്യാൻ പറ്റില്ലേ? റിലേറ്റീവ്സിലുള്ളവർ ആരെങ്കിലും അങ്ങനെ വല്ലവരും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ പപ്പ ഷാജു കിടക്കുന്നുണ്ട്, ചാക്കോ കിടക്കുന്നുണ്ട്, ഡെന്നിസങ്ങൾ കിടക്കുന്നുണ്ട്, SBI. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കൊരു ചാൻസ് നഷ്ടപ്പെടാം ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ. അപ്പോൾ ബുദ്ധി ഉദിച്ചത് അന്നേ ആവാം 2012 ആയിരുന്നെങ്കിൽ 2020 വരെ നീട്ടി മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ്സിൻ്റെ പിന്നാലെ പോയി 2020 പിന്നാലെ 2020 ചെയ്തില്ലെങ്കിൽ സമയത്തിൽ ചെയ്തതായിരിക്കും. അപ്പോൾ അത് മുന്നേ ആവാമായിരുന്നു പറയും. ഇപ്പം ഞാൻ പുറത്തെവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ കുറച്ച് പേര് മിസ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക എന്താ ഇവിടെ ചെയ്യണേ, അത് കറക്റ്റായിട്ട് പറയണേന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. അല്ലാണ്ട് അതിൻ്റെ വൈരാഗ്യവും കുശുമ്പും കൊണ്ടുവരണല്ലേ. വല്ല തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പെണ്ണുങ്ങൾ പറയും, ബുദ്ധി സ്ഥിരതയില്ലാത്തവർ, വിപരീതം ചെയ്യണവർ, മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ്സിൻ്റെ പിന്നാലെ പോണവർ. എനിക്കിപ്പോൾ ഞാനൊരു 4 മണിക്കൂറോ 3 മണിക്കൂറോ നല്ലോണം ഉറങ്ങി പുലർച്ചെ നേരം വെളുക്കണം വരെ, എന്നിട്ടും എനിക്ക് ബോധത്തോടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. 2 മണിക്കൂർ മുമ്പ് ഞാൻ എന്താണോ സംസാരിക്കുമെന്ന് നിങ്ങൾ മുൻകൂട്ടി കണ്ടത്, അത് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് പറയുമെന്ന് നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും ചുറ്റും കൂടി എന്നോട് ഡ്രഗ് അടിപ്പിച്ച് പറയിപ്പിക്കാൻ വന്നോ? ഇല്ല. അതാ ചിക്കോ കുക്കോ എന്ന് പറഞ്ഞ് സ്വയം നാണം കെടുത്തിയ ഓരോ പേരുകളിടണം. അവരെ ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതെനിക്ക് പിന്നെ ഒരു ടെംപ്ലേറ്റ് ഇട്ടാൽ പോരെ?